ഹലോ ഗായ്സ്, എല്ലാവർക്കും ജുവൽ മാജിക് ഹോം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ ഇന്നില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ വീട്ടിലാണ്. ഞാനും അച്ചാച്ചയും കൂടെ ഒരു മ്യൂസിക് സിസ്റ്റം എടുക്കാൻ വേണ്ടി മൂന്നാർ വന്നാണ് കൊറിയർ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഗൈസ്. നിങ്ങൾ വരണ്ടാണ് മൂന്നാർ. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്ത് എത്ര കിലോമീറ്ററാണ്? ഒരു 20 കിലോമീറ്റർ തികച്ച് കാണുമായിരിക്കും. സാധാരണ ദിവസങ്ങളിൽ നല്ല തണുപ്പാണ്, പക്ഷെ ഇന്ന് ഒരു വെയിലും അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല, നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടുന്ന് അടുത്താണ് കൊറിയർ ഓഫീസ്, അവിടെ വരെ പോകണം ഗൈസ്. കണ്ടില്ലേ, തേയിലത്തോട്ടമാണ് ഇവിടെ മുഴുവൻ. നമുക്കപ്പോൾ നേരെ പോവാം. സൂപ്പർ അടിപൊളിയാണ്. പോവാം. ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഒരു പൈപ്പ് ലൈൻ ഇതിലേ പോകുന്നുണ്ട്. നമുക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, നല്ല സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. മഴയൊന്നും ഇല്ല കേട്ടോ. മേഘമൊക്കെ ചുമ്മാ ഒന്ന് കറുത്ത് കിടക്കുന്നേ ഉള്ളൂ. നല്ല വെയിലാണ്. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം നടന്നു പോകണം. തണുപ്പിനൊന്നും ഒരു കുറവില്ല കേട്ടോ ഗൈസ്. തണുപ്പൊക്കെ കാറ്റുണ്ട്, ഭയങ്കര കാറ്റ്. ഇതാണ് ആ പൈപ്പ് ലൈൻ കേട്ടോ. മറ്റേ പവർ ഹൗസിലേക്ക് പോകുന്നു, വെള്ളം പോകും പൈപ്പ് ലൈൻ. ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ക്യാമറ ആയതുകൊണ്ട് കേട്ടോ നമ്മളെ തൊട്ടടുത്താട്ടോ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അങ്ങ് കണ്ടോ, അതാട്ടോ ആ ഒരു പവർ ഹൗസ് അല്ലേ. അത് മറ്റേ വെള്ളം കൊണ്ട് മുഴുവൻ കാട് പിടിച്ചെടുക്കുക. ഇവിടെ അതോ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് നല്ല ആടൊക്കെ എങ്ങനെയുണ്ടോ അച്ചു? തണുപ്പ് തണുപ്പുണ്ടല്ലേ? ഈ ആടൊക്കെ ഇവിടുന്നുണ്ട്. ആടൊക്കെ തീറ്റ ഇവിടുന്ന് തെന്നി അങ്ങ് പോയ പിന്നെ താഴെ ചെന്ന് അടിപൊളിയാട്ടോ. താഴെ ഒരു പാലമൊക്കെ ഉണ്ട്. താഴെ ഈ പൈപ്പ് അങ്ങനെ താഴെ ഞാൻ പറഞ്ഞോ. ഇതുണ്ടോ, ഇതിലെ ബൈക്ക് കൊണ്ട് വരുവാണെങ്കിൽ സെറ്റപ്പ് കേട്ടോ ഗൈസ്. ഇതുപോലെ അങ്ങുണ്ട് കണ്ടോ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഞ്ഞിങ്ങനെ സ്പീഡിൽ പോകുന്നത്? ഇതിലെ ബൈക്കിന് വരുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ ബുള്ളറ്റ് കൊണ്ട് ഒരു ദിവസം വരാം ഗൈസ്. ഗൈസ്, ആ മലയുടെ പേരെ കണ്ട ലക്ഷ്മി എന്ന് കണ്ട കേട്ടോ. ആടിൻ്റെ ഇടി കിട്ടുമെന്ന് തോന്നുന്നു. ആള് കുറേ നേരമായിട്ട് പുറകണം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോവാം. ഇനി തിരിച്ചു വരുമ്പോൾ നോക്കാം കേട്ടോ. അടിപൊളിയല്ലേ മഞ്ഞ്? മഞ്ഞ് കയറി വരുന്നുണ്ട് താഴേന്ന്. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. അച്ഛന് ഭയങ്കരമായിട്ട് തണുക്കുന്നു. ആ കോട്ടിന്റെ മഴ വരുന്നുണ്ട് കുറച്ച്. കോട്ടിന്റെ സിബിട് മഴ വരുന്നുണ്ട്. വണ്ടി കയറാം. അപ്പൊ ഗൈസ് ഓടുവാണ് ഗൈസ്. മഴ പെയ്യുന്നു. അത് ഞങ്ങൾ വന്ന് വണ്ടിയുടെ അടുത്ത്. ഞങ്ങളുടെ ബൈക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു കേട്ടോ, പറഞ്ഞില്ല എന്നുള്ളൂ. നമ്മൾ കൊറിയർ ചെയ്തു ഇവിടുന്ന്. പൾസർ തേനിയല്ലല്ലോ, ദിണ്ടിക്കല്ല്. അങ്ങോട്ടേക്ക് നമ്മൾ കൊറിയർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് പുറകിലത്തെ ലൈറ്റൊക്കെ കുറച്ച് പൊട്ടിയായിരുന്നു. വേറെ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു പാക്ക് ചെയ്ത് വിട്ടിട്ട് ഗൈസ്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ന്യൂട്രല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എല്ലക്കല്ലെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് അതൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എത്ര കിലോൻ്റെ? 1 കിലോയാ? 1 കിലോൻ്റെ ന്യൂട്രല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. തിരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം.
പിന്നെ പുറകിൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു മൊത്തം 4 ബോക്സ് ഉണ്ടായിരുന്നു. KSRTCയുടെ കൊറിയർ ഓഫീസിൽ നിന്നാണ് എടുത്തത്. നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നല്ല തണുത്ത പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പെട്രോൾ പമ്പ് മഞ്ഞിനകത്ത് കുളിച്ചു കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണത്തും കൂടെ ഇല്ല. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂട്ടല്ലയുടെ കൂടെ ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതിൻ്റെ പാർട്ട് 2 കമ്മിങ് ആട്ടോ.